ഹിന്ദി അധ്യാപക മഞ്ച് സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ തുടങ്ങി. പൊതുവിദ്യാലയങ്ങളിൽ ഹിന്ദി ഭാഷയ്ക്ക് ലഭിക്കേണ്ട അർഹമായ പരിഗണന നേടിയെടുക്കുന്നതിനാവശ്യമായ ചർച്ചകളാവും സമ്മേളനങ്ങളിൽ നടക്കുക. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിപ്പിക്കുന്ന ഹിന്ദി അധ്യാപകരുടെ ശക്തമായ സംഘടന ഹിന്ദി അധ്യാപക മഞ്ച്, ചുരുക്കപ്പേരിൽ ഹം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 10,000-ഓളം ഹിന്ദി അധ്യാപകരുണ്ടെന്നാണ് കണക്ക്. അതിൽ 7,000-ഓളം അംഗങ്ങൾ നമുക്കുണ്ട്. ഏക സംഘടനയാണ്. അപ്പോൾ നമുക്കൊരു ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഹിന്ദി അധ്യാപക മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ അധ്യാപക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം ഹിന്ദി അധ്യാപകരുടെ അക്കാദമിക് സപ്പോർട്ട് കൂടെ നൽകുക. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 9 വർഷക്കാലമായി സംഘടന കേരളത്തിൽ അധ്യാപക സമൂഹത്തിനിടയിൽ ശക്തരായി പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് സാറാണ്. അതുപോലെ അധ്യാപകർക്കുള്ള പരിശീലനം നടത്തുന്നുണ്ട്. പിന്നീട് വരുന്ന ശനിയാഴ്ച നമ്മുടെ പൊതുസമ്മേളനം നമ്മുടെ ഭുവനേന്ദ്ര ഹാളിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല MLA അവர்களാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഹിന്ദി അധ്യാപകരുടെ ഏക സംഘടനയായ ഹിന്ദി അധ്യാപക മഞ്ചിന്റെ 9ാം സംസ്ഥാന സമ്മേളനം ചേർത്തലയിൽ ആരംഭിച്ചു. ചേർത്തല ഭുവനേന്ദ്ര ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തോടെയാണ് 3 ദിവസത്തെ സമ്മേളനം തുടങ്ങിയത്. പൊതുവിദ്യാലയങ്ങളിൽ ഹിന്ദി ഭാഷയ്ക്ക് ലഭിക്കേണ്ട അർഹമായ പരിഗണന നേടിയെടുക്കുന്നതിനാവശ്യമായ ചർച്ചകളാണ് സമ്മേളനം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വെള്ളിയാഴ്ച 10 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് V. ജോസ് അധ്യക്ഷനാവും. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 13 ശനിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. B. ബാബു പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ സമ്മാന വിതരണം നടത്തും. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്നാണ് ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. അധ്യാപക മഞ്ച് സംസ്ഥാന പ്രസിഡന്റ് V. ജോസ്, ജനറൽ സെക്രട്ടറി ശിഖാബ് വേദവ്യാസ, ട്രഷറർ വിനോദ് കുരുവമ്പലം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V. രാജു, വർക്കിംഗ് പ്രസിഡന്റ് KS അഭിലാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മേഖലയിൽ കുട്ടികൾ ഈ ഒരു മേഖലയിൽ വളരെ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല 6 മുതൽ 10ാം ക്ലാസ് വരെ അവിടെ 3 പീരീഡുകളാണ് ഒരു അധ്യാപകന് ആഴ്ചയിൽ കിട്ടുന്നത്. ആഴ്ചയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ഹിന്ദിക്ക് പ്രാധാന്യമുള്ള ഈ നാട്ടിൽ ഇന്ന് കേരളത്തിലടക്കം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദി വളരെ അറിയൽ നിർബന്ധമുള്ളതാണ്. മറ്റ് സ്റ്റേറ്റുകൾ അവിടെ നിൽക്കട്ടെ, കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അത്തരം മേഖലകളിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഹിന്ദി ഭാഷ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. മാത്രമല്ല USS പരീക്ഷയിൽ അറബി അടക്കമുള്ള എല്ലാ ഭാഷകളും അവിടെ മത്സര പരീക്ഷയിൽ വരുന്നുണ്ട്. അവിടെയും ഹിന്ദി ഭാഷ ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ വലിയ പ്രയാസം ഇവിടുത്തെ പൊതുസമൂഹത്തിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാജ്യത്തിൽ തന്നെ നമ്പർ 1 ആണ്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. പക്ഷേ IAS പോലെ IPS പോലെ IFS പോലെയുള്ള പരീക്ഷകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുക. പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹിന്ദിയിൽ വേണ്ടത്ര രീതിയിൽ അറിവ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനം. അത് തന്നെയാണ് നമ്മുടെ സമ്മേളനത്തിൽ, പ്രതിനിധി സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കുക.